students. അപ്പോൾ +1 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് നാലാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യത്തെ 3 പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി ബാക്കി 3 പാർട്ടും കണ്ടിട്ട് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് നാലാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, syngas is a mixture of dash. fill in the blanks ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യന്റെ കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പൊ syngas is a mixture of dash എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ചാപ്റ്ററിലെയാണ് syngas കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മൾ കാർബണിനെ കുറിച്ച് പഠിച്ച ചാപ്റ്ററിലെ, അപ്പൊ പി ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ syngas എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാർബൺ മോണോക്സൈഡിന്റെയും അതുപോലെ തന്നെ ഹൈഡ്രജന്റെയും മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് syngas. ഓക്കെ, syngas അഥവാ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഗ്യാസ് എന്നൊക്കെ ഇതിന് പേരുണ്ടാവാറുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ അടുത്ത സ്റ്റെപ്പും കൂടി ഞാൻ പറയട്ടെ. ഈ ഹൈഡ്രജന് പകരം നൈട്രജൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹൈഡ്രജന് പകരം നൈട്രജൻ ആണ് ഉള്ളതെങ്കിൽ syngas എന്നുള്ള പേര് മാറിയിട്ട് അതിന് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പൊ syngas എന്തിന്റെ കോമ്പിനേഷൻ ആണ്? കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും കോമ്പിനേഷൻ ആണ് syngas. ഹൈഡ്രജന് പകരം നൈട്രജൻ ആണ് എങ്കിൽ അത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് 1 salt responsible for permanent hardness of water. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ? വാട്ടറിന്റെ പെർമനന്റ് ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ഈ പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഹാർഡ്നെസിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈകാർബണേറ്റ്സും പിന്നെ അതുപോലെ ക്ലോറൈഡ്സും സൾഫൈഡ്സും ഒക്കെയാണ്. അതിൽ ക്ലോറൈഡ്സും സൾഫൈഡ്സും ആണ് നമ്മൾ ഈ പറയുന്ന പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം. അപ്പൊ ഏതൊക്കെ സോൾട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് CaSO4 കാൽഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാം, മാഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാം, കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം, മാഗ്നീഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം. അപ്പൊ റൈറ്റ് 1 സോൾട്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 4 എണ്ണവും പെർമനന്റ് ഹാർഡ്നെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോൾട്ടുകളാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ്. ഏതൊക്കെയാണ് ഫോളോയിങ്? B2H6 ഉണ്ട്, അതുപോലെ തന്നെ NH3, then CH4 and H2O. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ B2H6, NH3, CH4, H2O ഇവർ നമ്മുടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്നൊരു കോമ്പിനേഷനിൽ ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യും? നമുക്കറിയാം ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അയോണിക് ഹൈഡ്രൈഡ്സ് ഉണ്ട്, മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ഉണ്ട്, കോവലന്റ് ഹൈഡ്രൈഡ്സ് ഉണ്ട്. ഹൈഡ്രൈഡ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമുക്കത് ശരിയാക്കാം. അപ്പോൾ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്ന പോർഷനിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഹൈഡ്രൈഡ്സ് എടുത്തു കഴിയുമ്പോൾ അതിനെ വീണ്ടും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഏത് കാറ്റഗറിയാണ് ഇലക്ട്രോൺ റിച്ച്, ഏതാണ് ഇലക്ട്രോൺ പ്രിസൈസ്, ഏതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ആ ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ B2H6 വരുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. B2H6 നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഡൈബോറിൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ആൻഡ് അമോണിയയുടെ കാര്യം നമുക്കറിയാലോ, ഇലക്ട്രോൺസ് ഓൾറെഡി കൂടുതലാണ്, ലോൺ പേഴ്സ് ആണ്, അതുകൊണ്ട് അത് ഇലക്ട്രോൺ റിച്ച് കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ഇലക്ട്രോൺ പ്രിസൈസ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഈ മീഥെയ്ൻ. ഓക്കെ, ഇലക്ട്രോൺ പ്രിസൈസ് കാറ്റഗറിയിലാണ് മീഥെയ്ൻ. അതുപോലെ തന്നെ വാട്ടർ വരുന്നതും ഇലക്ട്രോൺ റിച്ച് കാറ്റഗറിയിലാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ട്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതായിട്ട്. അതൊക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് മെന്റ് ബൈ കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ? എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസർ ഗ്യാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ syngasന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്.
C+H2O, നമ്മുടെ കാർബൺ പ്ലസ് H2O നമ്മൾ 1270 കെൽവിനിലൊക്കെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിൻ ഗ്യാസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? സിൻ ഗ്യാസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ റിയാക്ഷനകത്ത് ഡൈഹൈഡ്രജൻ അതായത് H2ന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ H2ന്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടാനായിട്ട് പോവാം. അപ്പൊ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കൂട്ടണേ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കാർബൺ മോണോക്സൈഡ് നമ്മൾ വാട്ടറിൽ എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം. കാർബൺ മോണോക്സൈഡ് വാട്ടറിൽ ഒരു 673 കെൽവിൻ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ സിൻ ഗ്യാസ് കിട്ടും. പക്ഷെ ഇവിടെ കിട്ടുന്നതിൽ ഈ ഡൈഹൈഡ്രജന്റെ എമൗണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? സോ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, അതായത് നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സിൻ ഗ്യാസിൽ നിന്ന് വ്യത്യസ്തമായി ആ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കാർബൺ മോണോക്സൈഡിനെ വാട്ടർ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ് 673 കെൽവിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ പ്രോസസ്സിന്റെ പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ or water gas shift reaction. Okay, water gas shift reaction. Clear ആണല്ലോ? അപ്പോൾ അത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ഇക്വേഷൻ എഴുതിയാലും ഗ്രാഫ് എഴുതിയാലും ഫിഗർ എഴുതിയാലും കാൽക്കുലേഷൻ ചെയ്താലും എപ്പോഴും അത് വർക്ക് ഷീറ്റിന് അകത്ത് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കാരണവശാലും വേറെ പേപ്പറിലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി കൂട്ടി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ എല്ലാ കാൽക്കുലേഷൻസും ഇക്വേഷൻസും നിങ്ങളുടെ വർക്ക് ഷീറ്റിനകത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രിപ്പയർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ഫ്രം ക്വിക്ക്ലൈം? ഒറ്റ ചോദ്യമാണ്. ക്വിക്ക്ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ് അല്ലെ? ഈ ക്വിക്ക്ലൈമിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റും പ്രിപ്പയർ ചെയ്യണം? ഇതാണ് ചോദ്യം. എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും? അത് നമുക്ക് രണ്ട് ഇക്വേഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ എസ് ബ്ലോക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ക്വിക്ക് ലൈമിന്റെ കൂടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ അതിന്റെ പേരെന്താണ്? സ്ലേക്കഡ് ലൈം കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വിക്ക് ലൈമിന് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ, കക്ക നീറ്റി കഴിഞ്ഞാൽ അല്ലേ, ക്വിക്ക് ലൈമിനെ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? സ്ലേക്കഡ് ലൈം അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. എന്നാൽ അതേപോലെ തന്നെ ഈ ക്വിക്ക് ലൈമിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് അഥവാ ലൈം സ്റ്റോൺ കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? രണ്ടെണ്ണത്തിനും കൂടെ ആൻസർ ആയി. നമുക്ക് ക്വിക്ക് ലൈമിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലേക്കഡ് ലൈം കിട്ടും. അതുപോലെ തന്നെ ക്വിക്ക് ലൈമിനകത്തേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് അതായത് ലൈം സ്റ്റോൺ ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? ഇപ്പൊ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇക്വേഷൻ എഴുതാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇനി ചില കുട്ടികൾ ഇക്വേഷൻ മാത്രം എഴുതി വെക്കുന്ന കാണാറുണ്ട്. ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ പോരാ, അതിന്റെ അടിയിൽ ഈ പറഞ്ഞ പേരുകൾ കൂടി നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ കഴിഞ്ഞ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ എഴുതിയാലും, ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്ത് പ്രോഡക്ട്സ് നിങ്ങൾ എഴുതിയാലും അതിന്റെ അടിയിൽ എപ്പോഴും അതിൻ്റെതായ പേര് എഴുതി വെക്കാനായിട്ട് ഓർക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, hybridization of boron in B2H6. B2H6 ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നും ആലോചിക്കാൻ നമുക്ക് പറയാം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അറിയില്ലാത്തവർ നോട്ട് ഡൗൺ ചെയ്യാം. B2H6 ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇനി ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് അറിയില്ലാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, thermodynamically most allotropic form of carbon is dash. കാർബണിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള അലോട്രോപിക് ഫോം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാർബൺ എത്ര അലോട്രോപിക് ഫോംസ് ഉണ്ട്? മൊത്തം 3 അലോട്രോപിക് ഫോംസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട് ആൻഡ് ഫുള്ളറീൻ അല്ലെ? അപ്പൊ അതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അലോട്രോപിക് ഫോം ആണ് ഗ്രാഫൈറ്റ്. കേട്ടോ, മറക്കരുത്. ഇത് എൻട്രൻസിന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ MCQല് ചോദിക്കാം, അല്ലാതെ തന്നെ നമ്മുടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ്? മോസ്റ്റ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ഫോം അല്ലെങ്കിൽ അലോട്രോപ്പ് ഓഫ് കാർബൺ ഇസ് ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ ഇൻ B2H6 is sp3.
ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തിരിക്കാം. Now അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോറോൺ കോമ്പൗണ്ട്സ് ബിഹേവ്സ് ആസ് ലൂയിസ് ആസിഡ്. വൈ? എന്തുകൊണ്ടാണ് ബോറോൺ കോമ്പൗണ്ട്സ് ലൂയിസ് ആസിഡ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ തിരിച്ചറിയണം എന്താണ് ഒരു ലൂയിസ് ആസിഡ്, എന്താണ് ഒരു ലൂയിസ് ബേസ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ലൂയിസ് ബേസുകൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് കുറെ ഇലക്ട്രോൺസ് കയ്യിൽ എക്സ്ട്രാ ഉള്ള ആൾക്കാർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അമോണിയയുടെ കേസ് നോക്കിയാൽ നമുക്കറിയാം ദി ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. അതുകൊണ്ടാണ് അമോണിയനെ നമ്മൾ ലൂയിസ് ബേസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസുകൾ. ഇനി ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാർ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ബോറോണിന്റെ കോമ്പൗണ്ട്സ് എല്ലാം ലൂയിസ് ആസിഡ്സ് ആണ്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ബോറോണിന്റെ കോമ്പൗണ്ട്സ് ലൂയിസ് ആസിഡ്സ് ആവണമെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും പോയിട്ട് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കുള്ളത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മള് 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒരു സെഷൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 3 മാർക്സ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാർഡ് വാട്ടർ ഡു നോട്ട് ഫോം റെഡി ലാദർ വിത്ത് സോപ്പ്. വൈ? എന്തുകൊണ്ടാണ് ഹാർഡ് വാട്ടർ നമ്മുടെ സോപ്പുമായിട്ട് റെഡി ആയിട്ട് ലാദർ ഫോം ചെയ്യില്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ചോദ്യം? എന്നാണ്? ഇത്രയും കാര്യമുള്ളൂ. നമ്മുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. സ്റ്റിയറിക് ആസിഡ് ആകാം, പാമിറ്റിക് ആസിഡ് ആകാം, അങ്ങനെ ഏത് ആസിഡും. അപ്പൊ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിനകത്ത് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ഹാർഡ് വാട്ടറിൽ കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട് അല്ലെ, ഇവരൊക്കെ ഹാർഡ് വാട്ടറിലുണ്ട്. അതുപോലെ തന്നെ സോപ്പിൽ ആരുണ്ട്? കുറെ ആസിഡ്സ് ലൈക്ക് സ്റ്റിയറിക് ആസിഡ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് സ്റ്റിയറിക് ആസിഡ് എഴുതിയെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും അറിയാമോ? പ്രസിപ്പിറ്റേറ്റ്സ് ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കുന്നത്? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും. വൈറ്റ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ലാദർ ഫോം ചെയ്യാത്തത്. ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കും. അപ്പൊ ഹാർഡ് വാട്ടർ എന്തുകൊണ്ടാണ് സോപ്പുമായിട്ട് റെഡിലി ലാദർ ഫോം ചെയ്യില്ലാത്തത്? അതിന്റെ കാരണം ഹാർഡ് വാട്ടറിനകത്തുള്ള കാൽഷ്യം, മാഗ്നീഷ്യം സോപ്പിനകത്തുള്ള സോഡിയം സ്റ്റിയറേറ്റ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും? പോയിട്ട് റിയാക്ട് ചെയ്തിട്ട് നേരെ എന്തുണ്ടാക്കും? പ്രസിപ്പിറ്റേറ്റ്സ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ലാദർ ഫോം ചെയ്യില്ലാത്തത്. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാർഡ് വാട്ടർ. ഇപ്പൊ എന്തൊക്കെയാണ് ഹാർഡ് വാട്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ കാര്യം, അത് സോപ്പായിട്ട് പതയില്ല ആണല്ലോ. അപ്പൊ സോപ്പായിട്ട് പതയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേസ്റ്റേജ് ഓഫ് സോപ്പാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ കുറെ സോപ്പിട്ട് പതിപ്പിക്കാൻ നോക്കും, അത് പതയില്ല. അപ്പോൾ സോപ്പ് വേസ്റ്റ് ആവുന്നു. അത് ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ടാമതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ബോയിലേഴ്സിൽ നമ്മൾ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോയിലേഴ്സിന്റെ അകത്ത് കുറെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അത് ഫൈനലി ബോയിലേഴ്സിന് കേടുവരാനായിട്ട് കാര്യവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് വാട്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ബോയിലേഴ്സിൽ ഒരിക്കലും നമ്മൾ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? ബോയിലേഴ്സിനകത്ത് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പിടിച്ച് ഇരുന്നിരുന്ന അവസാനം അത് കേട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബോയിലേഴ്സിൽ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, give one method each for removal of temporary hardness and permanent hardness of water. ഇപ്പൊ എന്തൊക്കെയാണ് ചോദിച്ചേക്കണേ? ടെമ്പററി ഹാർഡ്നെസ്സിന് നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? പെർമനന്റ് ഹാർഡ്നെസ്സിന് എന്ത് മെത്തേഡാണ്? ഓരോ മെത്തേഡും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാ? ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ നമുക്ക് ബോയിലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാക്സ് മെത്തേഡ് ചെയ്യാം. പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വാഷിംഗ് സോഡ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം, കാൽഗൻസ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് യൂസ് ചെയ്യാം, സിയോളൈറ്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇനി ഹാർഡ്നെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഹാർഡ്നെസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആൻസർ. അപ്പൊ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്സും കിട്ടാൻ പറ്റുന്ന എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Hydrogen peroxide is stored in wax-lined glass or plastic vessels in dark. Why? Write any one use of hydrogen peroxide.
അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ബോട്ടിലിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് നിങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ സ്പിരിറ്റ് നോമിന്റെ പേരിൽ വിളിക്കുന്ന സാധനം. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, സാധാരണ നമുക്ക് ഒരു കുപ്പിയിലൊന്നും അല്ല കിട്ടണേ. ഒന്നുകിൽ ഡാർക്ക് കളർ ബോട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയ അകംഭാഗം കാണാൻ പറ്റില്ലാത്ത ഒരു കുപ്പിക്കകത്തായിരിക്കും നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടണേ. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കുപ്പികളിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്തേക്ക് ലൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ, അതായത് ലൈറ്റിന് കയറാൻ പറ്റുന്ന കുപ്പിയിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡീകമ്പോസ്. അപ്പൊ ഡീകമ്പോസ് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സിമ്പൽ എന്താ? H2O2 ആണ്. അത് ഡീകമ്പോസ് ചെയ്ത് H2Oയും അതുപോലെ തന്നെ O2ഉമായിട്ട് മാറുന്നു. ഈ നേസന്റ് ഓക്സിജൻ ഇവിടെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ H2Oയും O2 ആയിട്ട് മാറുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ബോട്ടിലിനകത്ത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് എനി വൺ യൂസ് ഓഫ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഏതെങ്കിലും ഒരു യൂസ് എഴുതാനാ ചോദിച്ചേക്കണേ. എന്തിനാ നമ്മൾ സാധനം എന്തിനാണ് ഉപയോഗിക്കണേ? ആന്റിസെപ്റ്റിക് ആയിട്ട് അതിനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ആയിട്ട് നമ്മൾ ഗ്രീൻ കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്താണെന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്ലോറിന് പകരം നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഇപ്പൊ യൂസ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മെയിൻ യൂസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗിവ് റീസൺസ് ഫോർ ദ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. റൈറ്റ് എനി 2 points ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അനോമലസ് പ്രോപ്പർട്ടിക്ക് കാരണം? ലിഥിയത്തിന്റെ മഗ്നീഷ്യത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടിക്ക് കാരണം രണ്ടുപേരുടെയും സൈസ് കുറവാണ്, രണ്ടുപേരുടെയും പോളറൈസിങ് പവർ കൂടുതലാണ്. ഓർത്ത് വെക്കുക കേട്ടോ, രണ്ടുപേരുടെയും സൈസ് കുറവാണ്, രണ്ടുപേരുടെയും പോളറൈസിങ് പവർ കൂടുതലാണ്. അപ്പൊ ഇത് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ് ലിഥിയം ആൻഡ് മാഗ്നീഷ്യം. ഇനി അതുപോലെ തന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഇവർക്ക് കോമൺ ആയിട്ടുള്ളത്? ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അവർ രണ്ടുപേരും സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യില്ല. ബാക്കിയുള്ള അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ച് ലൈറ്റർ ആയിരിക്കും, ഒരുപാട് ഹാർഡർ അല്ല, കുറച്ച് ലൈറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ സിമിലാരിറ്റീസ് ഒരുപാട്. നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ മാക്സ് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു ടൈപ്പ് തന്നെ 3 സെക്ഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള മാക്സ് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഞാൻ എഴുതാം. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ജിപ്സം, then വാഷിംഗ് സോഡ, then ആൽക്കലി മെറ്റൽ. സെക്കൻഡ് കോളത്തില് സോഡിയം, കാൽഷ്യം സൾഫേറ്റ്, സോഡിയം കാർബണേറ്റ്. മൂന്നാമത്തെ കോളത്തില് സോൾവേ പ്രോസസ്. സെക്കൻഡ് കോളം നെർവ് സിഗ്നൽ ട്രാൻസ്മിഷൻ. നാലാമത്തെ സിമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിന് നമ്മൾ എങ്ങനെ മാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോരുത്തരും എടുക്കാം. ജിപ്സം. ജിപ്സം ഇതിനകത്ത് ആരായിട്ടാണ് ഇയാൾക്കൊരു മാച്ച് വരുന്നത്? സോഡിയം ആയിട്ട് ജിപ്സത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കറിയാം എന്താണ് ജിപ്സത്തിന്റെ ഫോർമുല എന്താ? CaSO4.2H2O ആണ് അല്ലെ. അപ്പൊ ജിപ്സത്തിന് സോഡിയം ആയിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം ഫോർമുല CaSO4.2H2O ആയതുകൊണ്ട് ജിപ്സത്തിന് കാൽഷ്യമായിട്ട് നല്ല ബന്ധമുണ്ട്, കാൽഷ്യം സൾഫേറ്റ്. അപ്പൊ ജിപ്സം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടായിരിക്കും മാച്ച് ചെയ്യുക. ഇനി കാൽഷ്യം സൾഫേറ്റ് നമ്മൾ ഇതിനകത്ത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ. നമ്മള് സോൾവേ പ്രോസസ്സിൽ കാൽഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുമോ? ഇല്ല, അതൊന്നുമില്ല. നെർവ് സിഗ്നലിന്റെ ട്രാൻസ്മിഷനകത്ത് സോഡിയം സൾഫേറ്റ് നമുക്ക് ഈ കാൽഷ്യം സൾഫേറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ സിമെന്റിനകത്ത് നമ്മൾ ജിപ്സം ചേർക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് മാച്ചിന്റെ ഫോളോയിങ്ങിൽ നമ്മൾ CaSO4 പോയിട്ട് സിമെന്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നു. ഇനി അടുത്തയാണ് നമുക്ക് നോക്കാം വാഷിംഗ് സോഡ. വാഷിംഗ് സോഡയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വാഷിംഗ് സോഡ നോക്കിയേ. വാഷിംഗ് സോഡ നമുക്ക് സോഡിയം കാർബണേറ്റ് എടുക്കാം അല്ലെ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്സിലുള്ളതാണ് സോൾവേ പ്രോസസ്. ബാക്കിയുള്ള ആളാരാ? ആൽക്കലി മെറ്റൽ. സോഡിയം ഒരു ആൽക്കലി മെറ്റൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നെർവ് സെല്ലിന്റെ ട്രാൻസ്മിഷനിൽ സോഡിയവും പൊട്ടാസ്യവും ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ മാച്ച് ചെയ്യുന്നത് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വരച്ച് ഇതുപോലെ നിങ്ങൾ ലൈൻ ഇട്ട് വരയ്ക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പേപ്പർ പോകുന്ന ആൾക്ക് ഇങ്ങനെ ആ ലൈൻ പോണ രീതിയൊക്കെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നേരെ ആൻസർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജിപ്സം കഴിഞ്ഞ് ജിപ്സത്തിന് നേരെ CaSO4 ഇടുക, അതിന്റെ നേരെ സിമെന്റ് ഇടുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അതായിരുന്നു നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതും കഴിഞ്ഞു. 3 മാർക്സ് ആണ്. അപ്പൊ അത് നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത
ക്വസ്റ്റ്യൻ, ബെറീലിയം ആൻഡ് മാഗ്നീഷ്യം do not give color to the flame while other alkali metals do. Why? എന്താണ് കാര്യം? എന്താന്ന് പറഞ്ഞാൽ ബെറീലിയവും മാഗ്നീഷ്യവും രണ്ടും എന്ത് ചെയ്യില്ല, ഫ്ലെയിമില് കളർ കാണിക്കില്ല. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കളർ കാണിക്കും. എന്താണ് കാരണം എന്നാ ചോദിച്ചേക്കണം. ഈ ബെറീലിയത്തിന്റെയും മഗ്നീഷ്യത്തിനെയും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ സൈസ് ഭയങ്കര ചെറുതാ. ഓക്കെ, ബെറീലിയത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ സൈസ് എങ്ങനെയാണ്, ഭയങ്കര ചെറുതാ. അപ്പൊ ഭയങ്കര സൈസ് കുറയുമ്പോൾ അവരുടെ അയണൈസേഷൻ എന്താൽപ്പി എങ്ങനെയായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ ഫ്ലെയിം കളർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സോൾട്ടിനെ എടുത്തിട്ട് ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ അതിന്റെ ഫ്ലെയിമിന് കളർ വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സൈറ്റേഷൻ ആണ്, ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ. അപ്പൊ ഇവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ എനർജി കിട്ടിയിട്ട് എന്ത് ചെയ്യാണ്, എക്സൈറ്റ് ചെയ്തൊരു സ്റ്റേറ്റിൽ പോകുന്നു. ആ സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അതിന് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ തന്റെ കയ്യിലുള്ള എനർജി പുറത്തേക്ക് വിടുന്നതാണ് നമ്മൾ ഈ കളറിന്റെ ഫോമില് കാണുന്നത്. അപ്പൊ ഈ ബെറീലിയത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർ സൈസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലാകുമ്പോൾ എന്താ പറ്റുക, അത്ര എളുപ്പത്തിലൊന്നും ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ എക്സൈറ്റേഷൻ പ്രോസസ്സിന് വിടാൻ പറ്റില്ല. അപ്പൊ ആ ഇലക്ട്രോണിനെ വിടണമെങ്കിൽ ഭയങ്കര എനർജിയുടെ ആവശ്യമുണ്ട്. ആ ഒരു എനർജി എന്തായാലും നമ്മുടെ ലാബിൽ ഇരിക്കുന്ന ബൺസൺ ബർണറിൽ നിന്ന് കിട്ടുന്ന ഫ്ലെയിമിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ബെറീലിയവും മാഗ്നീഷ്യവും ഫ്ലെയിമിന് കളർ കാണിക്കില്ല എന്ന് പറയണം. ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ സിലിക്കോൺസ്? റൈറ്റ് ഇറ്റ്സ് ജനറൽ ഫോർമുല ആൻഡ് വൺ യൂസ്. അപ്പൊ സിലിക്കോൺ എന്താണ്? സിലിക്കോൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് R2SiO(n) ടൈംസ്. ഇതിന്റെ പോളിമർ ആണ് നമ്മൾ സിലിക്കോൺ എന്ന് പറയുന്നത്. ഓർഗാനോ കോമ്പൗണ്ട്സ് ആണ് R2SiO. ഈ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിലിക്കോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇതിന്റെ? റൈറ്റ് ഇറ്റ്സ് ജനറൽ ഫോർമുല. നമ്മൾ ജനറൽ ഫോർമുല ഉപയോഗിച്ചു. റൈറ്റ് ഇറ്റ്സ് വൺ യൂസ്. എന്തിനു വേണ്ടി ഉപയോഗിക്കണേ? ഇൻസുലേറ്റേഴ്സിലും ഗ്രീസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സിലിക്കോൺസിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Some elements can exist in different crystalline forms and are called allotropes. എന്താണ് allotropes എന്ന് പറഞ്ഞേക്കോ കേട്ടോ. ചില എലമെന്റ്സിന് ക്രിസ്റ്റലൈൻ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അവരാണ് allotropes. Write any two important allotropic forms of carbon. കാർബണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോട്രോപിക് ഫോംസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറി, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, which allotrope of carbon is used as dry lubricant in machines at high temperature? ഇതിൽ ഏത് അലോട്രോപ്പ് ആണ് ലൂബ്രിക്കന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഗ്രാഫൈറ്റാ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗ്രാഫൈറ്റിന്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ് അതൊരു നല്ല ലൂബ്രിക്കന്റ്. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് നല്ല ലൂബ്രിക്കന്റ് ആവണേ? നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ആ പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അതിന്റെ കാരണം ഗ്രാഫൈറ്റിന് ലെയേർഡ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പൊ ആ ലെയേർഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരു ലെയറിന്റെ മുകളിൽ മറ്റൊരു ലെയറിന് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് ഒരു എളുപ്പമുണ്ട്. അതിനൊരു ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ഗ്രീസിലൊക്കെ എന്ത് ചെയ്യണത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ലൂബ്രിക്കന്റ് ആയിട്ട് നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The two important oxides of carbon are carbon monoxide and carbon dioxide. നമുക്കറിയാം കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ആണ്. Why is carbon monoxide called a poisonous gas? എന്തുകൊണ്ടാണ് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഒരു പോയിസണസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്? അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ മോണോക്സൈഡ് അകത്ത് ചെന്നിട്ട് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനും ആയിട്ട് എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഉണ്ടാക്കും. അതിന്റെ പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. സാധാരണ രീതിയിൽ നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ആണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അവിടെ ഓക്സി ഹീമോഗ്ലോബിന് പകരം കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും അത് പോയിട്ട് പിന്നീട് ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ പോയിസണസ് ഗ്യാസ് ആണ് എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്? എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിംഗ് റെസ്പോൺസിബിൾ ആണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ എർത്തിന് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എർത്തിന് നമ്മളൊരു ബ്ലാങ്കറ്റ് വെച്ച് മൂടി വെച്ചേക്കുന്ന പോലെ അത് ആക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് റേഡിയേഷൻ അകത്തേക്ക് വരും,
ഒരു കാരണവശാലും ചൂട് പുറത്തേക്ക് വിടാൻ കാർബൺ ഡൈ ഓക്സൈഡ് സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ചൂട് പുറത്തേക്ക് പോകാതെ ആയി നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുകയും അങ്ങനെ കൂടി ഫൈനലി അത് എന്താകും, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു ഫോമിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും ആ പ്രവർത്തനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. അത് 4 മാർക്കിന്റെയാണ്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. എഴുതി വെച്ചേക്കുവാണ് പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം ട്രിഷ്യം. അപ്പൊ ഞാൻ ജസ്റ്റ് പ്രോട്ടിയം ട്രിഷ്യം എന്ന് എഴുതിയിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ എഴുതിയേക്കോ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അതിൽ പ്രോട്ടിയം ട്രിഷ്യം ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം, സെക്കൻഡ് കോളത്തിൽ Ca2+ ആൻഡ് Mg2+, തേർഡ് കോളത്തിൽ H2O2 അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫൈനലി D2O ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ്. Now second കോളത്തിൽ വന്നിട്ട് ഹാർഡ് വാട്ടർ, then heavy water, third column isotopes per hydrol. ഇപ്പൊ തന്നെ ഏകദേശം ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും ഫൈനലില് ഹൈഡ്രജൻ, മോഡറേറ്റർ, നോ ലാദർ, ആന്റിസെപ്റ്റിക്. നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് നോക്കാം, 4 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ മാച്ച് ചെയ്യണമെന്ന്. പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണത്, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആണ്. സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാം, ഐസോടോപ്സ് ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് വൺ Ca2+ ആൻഡ് Mg2+. ഈ വരുന്ന ഒരു കാറ്റഗറിയിൽ എവിടെയാണ് ഉണ്ടാവുക, ഹാർഡ് വാട്ടറിലല്ലേ. നമുക്കറിയാം കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആണ് ഹാർഡ് വാട്ടറിൽ. അപ്പൊ അതിന് നമുക്ക് എവിടെ കൊടുക്കാം, ഹാർഡ് വാട്ടർ. ആൻഡ് ഹാർഡ് വാട്ടർ ആണെങ്കിൽ സോപ്പുമായിട്ട് ലാദർ ഫോം ചെയ്യില്ല. സോ നോ ലാദർ വിത്ത് സോപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ H2O2. H2O2 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം പെർ ഹൈഡ്രോൾ, നമ്മൾ പെറോക്സൈഡ് എന്ന് പറയില്ല, അത് തന്നെ പെർ ഹൈഡ്രോള്. എന്തിനാ ഉപയോഗിക്കണേ, ആന്റിസെപ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ D2O. D2O എന്താണ്, ഹാർഡ് വാട്ടർ, ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പൊ D2O നമ്മള് ഹെവി വാട്ടർ. ഹെവി വാട്ടർ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ മാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ അത് ഇതുപോലെ കുത്തി വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരച്ചിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തന്നെ ആൻസർ എഴുതി പോവാട്ടോ. ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് മാത്രമാണ് ഇങ്ങനെ ഞാൻ വരച്ച് കാണിച്ചത്. നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും നേരെ തന്നെ ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, now next question. Blue colored solutions are obtained when alkali metals are dissolved in liquid ammonia. Liquid ammonia നമ്മൾ ഈ ആൽക്കലി മെറ്റൽസ് മുക്കുമ്പോൾ ബ്ലൂ കളർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാ. അതിന്റെ കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ആണ്. അമോണിയേറ്റഡ് ഇലക്ട്രോൺസിന്റെ കാരണമാണ് എന്ത്, നമ്മൾ ഈ ബ്ലൂ കളർ കിട്ടുന്നത്. ആൽക്കലി മെറ്റൽസ് ആകുമ്പോൾ ബ്ലൂ കളർ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആകുമ്പോൾ നമുക്ക് ഡീപ്പ് ബ്ലൂ കളറുമാണ് കിട്ടുന്നതെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ ഇക്വേഷൻ നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ എൻട്രൻസിന് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തായാലും ഇക്വേഷനും കൂടി നോക്കി പോകട്ടെ. എൻട്രൻസിന് ആ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. then അടുത്തത് ലിഥിയം ആൻഡ് മാഗ്നീഷ്യം ഷോ സിമിലർ പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും സ്മോളർ സൈസും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ പോളറൈസിംഗ് പവറുമാണ്. then aqueous solution of Na2CO3 is alkaline. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസറും നേരത്തെ പറഞ്ഞിട്ടുള്ള കാരണം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്താ വെച്ചാൽ ഈ Na2CO3 ഇല്ലേ, Na2CO3യുടെ aqueous solution എന്തുകൊണ്ടാണ് ആൽക്കലൈൻ എന്നാ ചോദിച്ചേക്കുന്നത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ Na2CO3 നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിയുമ്പോൾ OH- അയോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ OH- അയോൺസ് ഉണ്ടാവുന്നതിന്റെ കാര്യം നമുക്കറിയാലോ, ബേസിക് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയണത് Na2CO3 എന്താണ്, ആൽക്കലൈൻ ആണ്. നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. അത് ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് OH- ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇവിടെ ചോദിച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ ഫോർമുലാസ് ആണ്. കുറെ ഫോർമുലാസ്. ഫോർ എക്സാമ്പിൾ ക്വിക്കിലൈമിന്റെ ഫോർമുല ഏതാണ് നമുക്കറിയാം, കാൽഷ്യം ഓക്സൈഡ് CaO ആണ്. അത് മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താ, CaSO4.12H2O. പിന്നെ സ്ലേക്കട്ട് ലൈം എന്താണ്, CaOH twice ആണ്. then gypsum CaSO4.2H2O. അപ്പൊ ഇത്രയാണ് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതായത് നിങ്ങൾ ഫോർമുല പഠിക്കണം എന്നർത്ഥം. എല്ലാത്തിന്റെയും ഫോർമുല പഠിക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. K2CO3. ഓക്കെ, K2CO3
cannot be prepared by Solvay process. Why? നമുക്കറിയാം Na2CO3, അതായത് സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് സോൾവേ പ്രോസസ്സ്. എന്നാൽ ആ സോഡിയത്തിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന പൊട്ടാസ്യം കാർബണേറ്റിനെ നമുക്ക് സോൾവേ പ്രോസസ്സ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ സോൾവേ പ്രോസസ്സ് ചെയ്തു വരുമ്പോൾ ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ നമ്മൾ പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സോൾട്ടിലേക്ക് എത്തും. ഈ സോൾട്ട് ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിൽ ഭയങ്കര സോല്യൂബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന K2CO3 സോൾവേ പ്രോസസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്. അതൊന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെറീലിയം ഷോസ് എ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് ഡാഷ്. ബെറീലിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് വെക്കുന്നത്? അലൂമിനിയം ആണ് കേട്ടോ. ബെറീലിയം ഡയഗണൽ റിലേഷൻഷിപ്പ് വെക്കുന്ന ആരുമായിട്ടാണ്? അലൂമിനിയം ആയിട്ടാണ്. Next question, name the alkali metal which forms normal oxide when heated in air. വെറുതെ നമ്മൾ എയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ആൽക്കലി മെറ്റൽസ് വിതൗട്ട് ഡൗട്ട് നമുക്ക് എഴുതാവുന്നതാണ് ലിഥിയം കേട്ടോ. Li2O. നോർമൽ ഓക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്സ് ഒന്നും അല്ല, നോർമൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന മെറ്റൽ ആണ് ലിഥിയം. ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് വീണ്ടും നമ്മുടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്ങിലുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 3 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത് ഇൻഓർഗാനിക് ബെൻസീൻ. ഓക്കെ, ഇൻഓർഗാനിക് ബെൻസീൻ, ഡൈബോറേൻ, ഫുള്ളറീൻ. കുറെ കോമ്പൗണ്ട്സിന്റെ പേരാണ്. ഇൻഓർഗാനിക് ബെൻസീൻ, ഡൈബോറേൻ, ഫുള്ളറീൻ ആൻഡ് ഫൈനൽ വൺ സിയോളൈറ്റ്. നെക്സ്റ്റ് കോളത്തിലേക്ക് allotrope, boracene, banana bond. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായല്ലോ അല്ലെ? ബനാന ബോണ്ട്, സോഫ്റ്റനിങ്, ഹാർഡ് വാട്ടർ. ഓക്കെ ഓക്കെ, നൗ ലാസ്റ്റ് കോളത്തിൽ എഴുതുന്നത് അലൂമിനിയം സിലിക്കേറ്റ്. The next one, carbon, B2H6, B3N3H6. Okay, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീന്റെ പോലെ തന്നെ സ്ട്രക്ചർ ആണ്. പക്ഷെ നമ്മൾ ബെൻസീൻ എഴുതുമ്പോൾ C6H6 തന്നെ എഴുതണേ. ഈ C6ന് പകരം ബോറോണും നൈട്രജനും കൂടെ വന്ന് B3N3 എന്ന് വരുന്നതാണ് നമ്മുടെ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഓർഗാനിക് ബെൻസീനകത്ത് ഏതാണ്? ഇത് ഇൻഓർഗാനിക് ബെൻസീൻ ആണെന്നൊക്കെ മനസ്സിലായി. B3N3H6. ഇനി ഒരു കാറ്റഗറിയിൽ ആരായിരിക്കും? അതിന്റെ പേരാണ് ബൊറാസീൻ. ഇൻഓർഗാനിക് ബെൻസീന്റെ വേറൊരു പേരാണ് എന്ത്? ബൊറാസീൻ. അപ്പൊ ഇൻഓർഗാനിക് ബെൻസീൻ ബൊറാസീനിലേക്ക് കൊടുത്തു. പിന്നെ അത് വന്നിട്ട് നമ്മള് B3N3H6 കൊടുത്തു. അടുത്ത ആളാരാ? ഡൈബോറൈൻ. നമ്മൾ ഡൈബോറൈന്റെ സ്ട്രക്ചർ നേരത്തെ പഠിച്ചതാ. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൈബോറൈന്റെ സ്ട്രക്ചർ അറിയില്ലാത്തവർ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഡൈബോറൈന്റെ സ്ട്രക്ചർ എന്നാ? ബനാന ബോൺസ് ഉള്ള സ്ട്രക്ചർ ആണ് അല്ലെ? അപ്പൊ ഡൈബോറൈന്റെ സ്ട്രക്ചർ നമ്മൾ ബനാന ബോൺസ് കൊടുത്തു. ആൻഡ് ഡൈബോറൈന്റെ ഇക്വേഷൻ B2H6. നെക്സ്റ്റ് വൺ ഫുള്ളറീൻ. നമുക്ക് അറിയാവുന്നതാണ്, അലോട്രോപ്പ് ആണ്. ആരുടെ? കാർബന്റെ. സോ ഫുള്ളറീൻ, അലോട്രോപ്പ് ആരുടെയാണ്? കാർബന്റെ. ഏറ്റവും അവസാനത്തെയാണ് സിയോളൈറ്റ്. സിയോളൈറ്റ് എന്തിനാ ഉപയോഗിക്കണേ? ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതാരാണ്? സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് എന്നാണ്. അവിടെ അലൂമിനിയം സിലിക്കേറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാച്ച് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലെ കുത്തി വരച്ച് നിങ്ങൾ മാച്ച് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ തന്നെ എഴുതി പോവാട്ടോ. അതായിരിക്കും എപ്പോഴും നോക്കുന്ന ടീച്ചർക്ക് സൗകര്യം, നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും എളുപ്പം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൈബോറൈനെ കുറിച്ചാണ്. Diborane is an electron deficient compound. Okay, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, explain the structure of diborane using a diagram. Okay, അപ്പോൾ ഡയഗ്രാം വെച്ചിട്ട് ഡൈബോറേന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കണത്. അപ്പൊ ഡൈബോറേന്റെ ഫോർമുല എന്താണ്? B2H6 ആണ്. ഓക്കെ, അപ്പൊ എഴുതുമ്പോ B ഇങ്ങനെ എഴുതും, 2 ബോറോൺ, എന്നിട്ട് ആ ബോറോൺ ഉള്ള പ്ലെയിനിൽ തന്നെ 4 ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ കൊടുക്കും. ഓക്കെ, ആ ബോറോണിന്റെ സെയിം പ്ലെയിനിൽ. ഫോർ എക്സാമ്പിൾ ഈ പേപ്പർ ആണ് നമ്മുടെ ഒരു പ്ലെയിൻ എങ്കിൽ ഇവിടെയും 2 ബോറോൺ ഉണ്ടെങ്കിൽ ഈ പേപ്പറിന്റെ 4 വശവും, അതായത് ഇങ്ങനെ തന്നെ സെയിം പ്ലെയിനിൽ തന്നെയാണ് എന്ത്? 4 ഹൈഡ്രജൻ ഇരിക്കുന്നത്. ആ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ ഹൈഡ്രജൻസ്. ഓക്കെ, എന്താ വിളിക്കുന്നത്?
ടെർമിനൽ ഹൈഡ്രജൻ. 2 ബോറോണും 4 ഹൈഡ്രജനും ആണ് ഒരു പ്ലെയിനിലെ ടെർമിനൽ ഹൈഡ്രജൻ. ഇനി എന്താ ഉള്ളത്? ഈ 2 ബോറോന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ, താഴെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരിക? ദാ ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബനാന ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ബോണ്ടിന്റെ പേരാണ് ബനാന ബോണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 4 ടെർമിനൽ ഹൈഡ്രജൻസ് ഉണ്ട്, 2 ഹൈഡ്രജൻ മുകളിലും താഴെയുണ്ട്. അത് ബനാന ബോണ്ട്സ് ആണ് കേട്ടോ. ബനാന ബോണ്ട്സ് ഓർത്തിരിക്കാം. ഇനി നെയിം ദ സ്പെഷ്യൽ ബോണ്ട് പ്രസന്റ് ഇൻ ഡൈബോറിൻ. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബനാന ബോണ്ട്സ്. Name the special bond present in diborane, that is banana bond. How will you convert diborane into inorganic benzene? എങ്ങനെയാണ് നമുക്ക് ഡൈബോറൈനെ ഇൻഓർഗാനിക് ബെൻസീൻ ആക്കണേന്ന് നോക്കാം. അത് ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ മാത്രം കാണിച്ചാൽ മതി. ഇക്വേഷൻ വളരെ സിമ്പിൾ ഇക്വേഷനാണ്. ഡൈബോറൈൻ എന്താണ്? B2H6 ആണ്. അതിന് നമ്മൾ അമോണിയ ആയിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. ഒരു 6 അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. B3N3H6 plus 12H2. ഇനി ഡൈബോറൈന്റെ ഇൻഓർഗാനിക് ബെൻസീന്റെ സ്ട്രക്ചർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ 3 ബോറോൺ വരയ്ക്കണം, 3 നൈട്രജനും വരയ്ക്കണം. അപ്പൊ ഇടവിട്ട് നമ്മൾ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇടവിട്ട് നമ്മൾ വരച്ചു. ഇനി അതിന്റെ ഇടയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് കൊടുക്കുക. നമ്മൾ ബെൻസീൻ്റെ കൊടുക്കണം പോലെ തന്നെ. ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഓർഗാനിക് ബെൻസീന്റെ സ്ട്രക്ചർ. ബെൻസീൻ പോലെ തന്നെ ഉണ്ട് അല്ലേ? പക്ഷെ ബെൻസീന്റെ പ്രോപ്പർട്ടി ഒന്നുമല്ല, ഇൻഓർഗാനിക് ബെൻസീൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ ഏകദേശം 1 അവർ എടുത്ത് ആൻസർ ചെയ്യാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 30 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഓൾ ടോട്ടൽ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് അതിനെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്താൽ മതി, നമുക്കത് ഓക്കെ ആക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്